So welcome back to our channel CTech. So നമ്മൾ നോക്കാൻ പോകുന്നത് KTU S6 CSEയുടെ ഇമ്പോർട്ടൻറ്റ് കോർ പേപ്പറായ കമ്പൈലർ ഡിസൈൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് പ്രകാരം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലർ എന്നൊരു സെക്ഷനും റോൾ ഓഫ് ലെക്സിക്കൽ അനലൈസർ എന്നൊരു സെക്ഷനുമാണുള്ളത്. അപ്പോൾ അതിൽ ഫേസസ് ഓഫ് കമ്പൈലർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലർ. സോ എന്താണ് ഒരു കമ്പൈലർ? കമ്പൈലറിനെ നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം. കമ്പൈലർ ഇസ് എ പ്രോഗ്രാം ദാറ്റ് റീഡ്സ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ വൺ ലാംഗ്വേജ്, ദ സോഴ്സ് ലാംഗ്വേജ്, ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻടു ആൻ ഇക്വലന്റ് പ്രോഗ്രാം ഇൻ അനദർ ലാംഗ്വേജ്, ദ ടാർഗറ്റ് ലാംഗ്വേജ്. സോ സിംപ്ലി കമ്പൈലറിൻ്റെ വർക്കിംഗ് എന്താണ് അല്ലെങ്കിൽ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, സോഴ്സ് പ്രോഗ്രാം അതായത് ഒരു ലാംഗ്വേജിൽ റീഡ് ചെയ്യുന്ന സോഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് പ്രോഗ്രാമിലോട്ട് ഇക്വലന്റ് പ്രോഗ്രാമായ ടാർഗറ്റ് പ്രോഗ്രാമിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇതാണ് കമ്പൈലറിൻ്റെ മെയിൻ റോൾ. സോ നമ്മൾ സോഴ്സ് പ്രോഗ്രാം ആയിരിക്കും ആർക്ക് കൊടുക്കുന്ന, കമ്പൈലറിന് കൊടുക്കുന്ന. കമ്പൈലർ എന്ത് ചെയ്യും? ഇക്വലൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ദിസ് ഈസ് ദ മെയിൻ ഡ്യൂട്ടി ഓഫ് എ കമ്പൈലർ, മെയിൻ റോൾ ഓഫ് കമ്പൈലർ. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന സോഴ്സ് പ്രോഗ്രാമിൽ ഇഫ് എനി ഇറേഴ്സോ എന്തെങ്കിലും ഇറേഴ്സ് ആ സോഴ്സ് പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് ഇറേഴ്സ് ഫൗണ്ട് ചെയ്താൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടി ആരുടെ ജോലിയാണ്? കമ്പൈലറാണ്. കമ്പൈലർ റിപ്പോർട്ട്സ് എ പ്രസൻസ് ഓഫ് ഇറേഴ്സ് ഇൻ സോഴ്സ് പ്രോഗ്രാം. ഓക്കെ അല്ലേ? ഇപ്പോൾ കമ്പൈലർ എന്താണെന്ന് ഓക്കെ ആണല്ലോ. കമ്പൈലറിൻ്റെ മെയിൻ സോഴ്സ് പ്രോഗ്രാം, ഒരു ലാംഗ്വേജിലുള്ള സോഴ്സ് പ്രോഗ്രാമിനെ ഇക്വലൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് പ്രോഗ്രാമിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇതാണ് മെയിൻ റോൾ ഓഫ് കമ്പൈലർ. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും സോഴ്സ് പ്രോഗ്രാമിൽ എന്തെങ്കിലും ഇറേഴ്സ് ഫൗണ്ട് ചെയ്താൽ ഇറേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നോക്കിക്കോ, നമുക്ക് കമ്പൈലറിൽ മെയിനായിട്ട് രണ്ട് ഫേസസ് ഓഫ് കമ്പൈലേഷനാണ് വരുന്നത്. അതായത് അനാലിസിസും സിന്തസിസ് ഫേസും. ഓക്കെ, ഈ അനാലിസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന സോഴ്സ് പ്രോഗ്രാമിൻ്റെ അനാലിസിസ് ആണ്. സിന്തസിസ് എന്ന് പറയുമ്പോൾ ടാർഗറ്റ് പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫേസസിനാണ് സിന്തസിസ് വരുന്നത്. നോക്കിക്കോ, ഫേസസ് ഓഫ് എ കമ്പൈലർ. നമുക്ക് ടോട്ടൽ ഓഫ് 6 ഫേസസ് ആണ് കമ്പൈലറിലുള്ളത്. അതിൽ ഫസ്റ്റ് ഫേസ് നമ്മൾ പറഞ്ഞു ടോട്ടലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഫേസസിനെ, അനാലിസിസും സിന്തസിസും. ഇതിൽ ഫസ്റ്റ് 3 അനാലിസിസ് ഫേസിലും ബാക്കി 3 സിന്തസിസിലും വരും. സിന്തസിസ് ടാർഗറ്റ് കോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയും അനാലിസിസ് സോഴ്സ് പ്രോഗ്രാം ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയാൽ ലെക്സിക് അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, സെമാൻറ്റിക് അനാലിസിസ്. ഈ 3 എവിടെ വരും? അണ്ടർ അനാലിസിസ് ഫേസ്. സിന്തസിസിൽ ഏതൊക്കെ വരും? ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ, കോഡ് ജനറേഷൻ. സോ ഇത്രയും ടോട്ടൽ ഓഫ് 6 ഫേസസ് ആണ് ഒരു കമ്പൈലറിനുള്ളത്. നോക്കിയാൽ ഈ ഫിഗർ നോക്കിയാൽ സോഴ്സ് പ്രോഗ്രാം നമ്മൾ പറഞ്ഞു സോഴ്സ് പ്രോഗ്രാം ആർക്ക് കൊടുക്കുന്നു? ഈ 6 ഫേസസും കമ്പൈലറിൻ്റെ അകത്തുള്ള ഫേസസ് ആണ്. സോ ഇത് മൊത്തം ഗ്രൂപ്പ് ഒരു കമ്പൈലറിൻ്റെ ഫേസസ് ആണ്. ഈ 6 ഫേസസിലൂടെ കടന്നു പോയിട്ടാണ് സോഴ്സ് പ്രോഗ്രാം എന്തായിട്ട് മാറ്റുന്നത്? ടാർഗറ്റ് പ്രോഗ്രാമായിട്ട് മാറ്റുന്നത്. അപ്പോൾ ആദ്യം സോഴ്സ് പ്രോഗ്രാം ആർക്ക് കൊടുക്കും? ലെക്സിക്കൽ അനലൈസറിന് കൊടുക്കും. ലെക്സിക്കൽ അനലൈസറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഓരോന്നായിട്ട് പറയാം. ഓക്കെ, സോഴ്സ് പ്രോഗ്രാം ആദ്യം ആർക്ക് കൊടുക്കും? ലെക്സിക്കൽ അനലൈസറിന് കൊടുക്കും. ലെക്സിക്കൽ അനലൈസറിൻ്റെ അത് അനലൈസ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ആർക്ക് കൊടുക്കും? സിൻടാക്സിന് കൊടുക്കും. സിൻടാക്സ് അഗെയിൻ ഗിവൺ ബാക്ക് ടു സെമാൻറ്റിക്. ഇതുവരെ കഴിയുമ്പോൾ അനാലിസിസ് സോഴ്സ് പ്രോഗ്രാം അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ എന്താ? ആ ഒരു സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് ഒരു കോഡ് ജനറേറ്റ് ചെയ്യുക, അതാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അത് പിന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് കോഡ് ജനറേഷൻ കഴിഞ്ഞ് ടാർഗറ്റ് പ്രോഗ്രാമായിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതാണ് ഓവറോൾ വർക്കിംഗ് ഓഫ് എ കമ്പൈലർ എന്ന് പറയുന്നത്. ഓരോ ഫേസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നോക്കിയാൽ ഇനി ഈ ഒരു സോഴ്സ് പ്രോഗ്രാം നമുക്കില്ല, ആ സോഴ്സ് പ്രോഗ്രാം എന്തെങ്കിലും തരത്തിൽ സിമ്പിൾസ് ഫൗണ്ട് ചെയ്ത് ആ സിമ്പിൾ ടേബിൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അതുപോലെ കമ്പൈലർ എന്തെങ്കിലും തരത്തിലുള്ള ഇറേഴ്സ് സോഴ്സ് പ്രോഗ്രാമിൽ കണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഇറർ ഹാൻഡിലോട്ട് കൊടുക്കും. ഓക്കെ അല്ലേ? ഇതാണ് ഫേസസ് ഓഫ് എ കമ്പൈലർ. ഓക്കെ, നമുക്കിനി ഓരോ ഫേസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് ഫേസ് ആണ് വരുന്നത് ലീനിയർ അനാലിസിസ്. ലെക്സിക്കൽ അനലൈസിൻ്റെ വേറൊരു പേരാണ് എന്ത്? ലീനിയർ അനലൈസ് എന്ന് പറയുന്നത്. അതായത് ഇത് ഓരോ ലീനിയർ ആയിട്ടായിരിക്കും ഒരു സ്കാനിങ് രൂപേണ ലീനിയർ ഫോർമാറ്റിലാണ് അനാലിസിസ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതിന് ലീനിയർ അനാലിസിസ് എന്ന് പറയുന്നത്, ലൈൻ ബൈ ലൈൻ. ഓക്കെ, സോ അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിൻ്റെ ലെക്സിക്കൽ അനലൈസർ അല്ലെങ്കിൽ ലീനിയർ അനലൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പൈലറിൻ്റെ 6 ഫേസസിൽ ഫസ്റ്റ് ഫേസ് ആണ്. സോ ഈ ഫസ്റ്റ് ഫേസിൽ മെയിനായിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് വരുന്ന ഓരോ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഗ്രൂപ്പ് ചെയ്ത് എന്തായിട്ട് മാറ്റും?
ടോക്കൺസ് ആയിട്ട് മാറ്റും. ഗ്രൂപ്പ് ഇൻറ്റു ടോക്കൺസ് ദാറ്റ് ആർ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഹാവിങ് എ കളക്റ്റീവ് മീനിങ്. ഒരു കളക്റ്റീവ് മീനിങ് ഉള്ള സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഗ്രൂപ്പ് ചെയ്ത് എന്താക്കും, ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ ടോക്കൺസ് ആണ് എന്ത്, ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ട്. തെറ്റിപ്പോയത്, ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ടോക്കൺസ് ആയിരിക്കും. എക്സാമ്പിൾ വെച്ച് പറയാം എങ്ങനെയാണ് ടോക്കൺ എഴുതുന്നത്. എക്സാമ്പിൾ നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് സ്റ്റാർ 60. ഈ ഒരു ക്വസ്റ്റ്യനിൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐഡൻറ്റിഫയർ ആണല്ലേ. സോ ഇവിടുത്തെ ടോക്കൺ എന്താണ്, ഐഡൻറ്റിഫയർ. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസൈൻമെൻറ്റ് സിമ്പലാണ്. ഇനി ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇറ്റ്സ് ആൻ ഐഡൻറ്റിഫയർ. സോ ഐഡൻറ്റിഫയർ അല്ലേ, അപ്പോൾ അതെന്താണ്, ഐഡൻറ്റിഫയർ ആണ് ഇവിടുത്തെ ടോക്കൺ. പ്ലസ് എഗെയിൻ എന്താണ്, ഒരു സൈൻ സിമ്പലാണ്. അടുത്ത റേറ്റ് ഓപ്പറേറ്റർ ആണ് അല്ലേ. റേറ്റ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇറ്റ്സ് എ ഐഡൻറ്റിഫയർ, എഗെയിൻ ഓപ്പറേറ്റർ സിമ്പൽ സ്റ്റാർ, പിന്നെ 60 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, നമ്പറാണ്. ഓക്കെ, ഇങ്ങനെ ടോക്കൺസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് ചെയ്ത് ഐഡൻറ്റിഫയർ എന്താണ്, പൊസിഷൻ. ഈ ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത്, ഡബിൾ കോട്ട്സിൻ്റെ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നതാണ് എന്ത്, ഓരോ ടോക്കൺസ്, അസൈൻമെൻറ്റ് സിമ്പൽ. മൂന്നാമത്തത് ഐഡൻറ്റിഫയർ ഇനിഷ്യൽ ആണ്. അടുത്ത് പ്ലസ് സൈന്, റേറ്റ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഐഡൻറ്റിഫയർ, മൾട്ടിപ്ലിക്കേഷൻ സൈന്, സ്റ്റാർ 60 എന്ന് പറഞ്ഞാൽ നമ്പർ. ഓക്കെ അല്ലേ, എങ്ങനെയാണ് ഓരോ ടോക്കൺസ് ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ടോക്കൺസിനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചു അല്ലേ. ഇനി ഈ ഗ്രൂപ്പ് ചെയ്ത് വെച്ചതിന് ആർക്ക് കൊടുക്കും, ഈ ടോക്കൺസ്, ഈ ഗ്രൂപ്പ് ചെയ്ത ഈ ടോക്കൺസ് ആർക്ക് കൊടുക്കാൻ പോകുന്നത്, സിൻടാക്സ് അനലൈസറിന് കൊടുക്കാൻ പോകുന്നത്. നോക്കൂ, സിൻടാക്സ് അനലൈസറിൻ്റെ വേറെ പേരാണ് ഹൈറാർക്കിക്കൽ അനലൈസിങ് അല്ലെങ്കിൽ പാഴ്സിങ്. നമ്മൾ പാഴ്സ് ട്രീ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ. സോ ഈ സിൻടാക്സ് അനലൈസർ മെയിനായിട്ട് നമുക്ക് ഈ കിട്ടിയ ടോക്കൺസ് ഉണ്ട്, ടോക്കൺസ് വെച്ച് പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സിൻടാക്സ് ട്രീ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് സിൻടാക്സ് ട്രീ ആയിരിക്കും സിൻടാക്സ് അനലൈസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിക്കുക എങ്ങനെയാണെന്ന്. അതിൽ മെയിനായിട്ട് 2-3 പോയിന്റ്സ് നോക്കിക്കോ. അതായത് സിൻടാക്സ് അനലൈസിൽ എനി ഐഡൻറ്റിഫയർ, അതിൽ സിൻടാക്സ് അനലൈസിൽ ഏതൊരു ഐഡൻറ്റിഫയർ അതെന്തായിരിക്കും, ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. എനി നമ്പരും എന്തായിരിക്കും, ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ഇഫ് എക്സ്പ്രഷൻ 1 ആൻഡ് എക്സ്പ്രഷൻ 2 ആർ എക്സ്പ്രഷൻ, ദെൻ സോ എക്സ്പ്രഷൻ 1 2 എന്ന് എഴുതാം, എക്സ്പ്രഷൻ 1 സ്റ്റാർ എക്സ്പ്രഷൻ 2 എന്ന് എഴുതാം, എക്സ്പ്രഷൻ 1 ബ്രാക്കറ്റിൽ കൊടുത്തു. അതായത് ഈ ഒരു CFGയുടെ ഇത് വെച്ചിട്ടാണ് ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇ ഗീവ്സ് എന്ത് പറയാം, ഇ സ്റ്റാർ ഇ പ്ലസ് ഇ ID നം. ഓക്കെ, നോക്കൂ, ഇനി നമ്മളൊരു എക്സാമ്പിൾ, നമ്മൾ നേരത്തെ എടുത്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് സ്റ്റാർ 60. ഇതിൻ്റെ ടോക്കൺ നമ്മൾ എഴുതിയായിരുന്നു അല്ലേ ലെക്സിക്കൽ അനലൈസറിൽ. ഇനി ഇതിൻ്റെ സിൻടാക്സ് ട്രീ എങ്ങനെ എഴുതും, ഇവിടെ ഈക്വൽ ടു ആണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ ഐഡൻറ്റിഫയർ ആണ് എന്ത്, പൊസിഷൻ. കണ്ടോ ഫസ്റ്റ് വൺ. ഇപ്പുറത്ത് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താക്കുക, അതിനെ എക്സ്പ്രഷൻ ആക്കി. ആ എക്സ്പ്രഷനാണ് പ്ലസ്. പ്ലസിൻ്റെ ഇപ്പുറത്ത് എന്താ എക്സ്പ്രഷൻ, ഐഡൻറ്റിഫയർ ഇനിഷ്യൽ. എഗെയിൻ ആ എക്സ്പ്രഷൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക, എക്സ്പ്രഷൻ സ്റ്റാർ, കാരണം ഇ പ്ലസ് ഇ അല്ലേ, ഇ പ്ലസ് ഇ സ്റ്റാർ ഇ. ഓക്കെ ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ ഐഡൻറ്റിഫയർ റേറ്റ് ഇവിടെ വരുമ്പോൾ നം 60. എങ്ങനെയാണ് ഈ സിൻടാക്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നത് അറിയാമല്ലോ. ഓക്കെ അല്ലേ. അതായത് ഈ ഒരു ഇത് നമുക്ക് കിട്ടണം. അവസാനം നോക്കിയാൽ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ, അത് പൊസിഷൻ ഉണ്ട്, ഇനിഷ്യൽ പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ സ്റ്റാർ പ്ലസ് റേറ്റ് സ്റ്റാർ 60. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത് സെമാൻറ്റിക് അനാലിസിസ് ആണ്. സെമാൻറ്റിക് അനാലിസിസ് മെയിനായിട്ടുള്ള ടൈപ്പ് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെക്കിങ് ആണ്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നോക്കൂ, നമ്മൾ നേരത്തെ കൊടുത്ത പൊസിഷൻ ഈക്വൽ ടു റേറ്റ് അതിൻ്റെ ടൈപ്പ് ചെക്കിങ് ആണ്. അതായത് ഇവിടെ നമ്മൾ ഈ നേരത്തുള്ള എക്സ്പ്രഷനൊക്കെ കളഞ്ഞു കേട്ടോ. എക്സ്പ്രഷൻ എന്നൊക്കെ എഴുതിയത് മാറ്റിയിട്ട് ആ ഒരു കറക്റ്റ് ആ സിമ്പിൾ മാത്രം കൊടുത്തിട്ടുണ്ട്. പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് സ്റ്റാർ. ഈ നേരത്തെ നമ്മൾ നമ്പറാണ് 60 കൊടുത്തില്ലേ, അതിലവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കമ്പൈലർ അതായത് ഇൻറ്റീജറിനെ റിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ടൈപ്പ് കൺവേർഷനാണ്, അങ്ങനെ വേണം കൊടുക്കുക. അപ്പോൾ അവിടെ എന്ത് കൊടുക്കും, ഇൻറ്റു ടു റിയൽ എന്ന് കൊടുക്കണം. എന്ത് കൊടുക്കണം, ഇൻറ്റു ടു റിയൽ 60. ഇതാണ് സെമാൻറ്റിക് അനലൈസിൽ നടക്കുന്നത്. ഓക്കെ, when an binary arithmetic operator is applied to an integer and real, ഒരു ബൈനറി അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ റിയലിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കമ്പൈലർ മേ നീഡ് ടു കൺവേർട്ട് ദ ഇൻറ്റീജർ ടു എ റിയൽ. ഇൻറ്റീജറിനെ എന്താക്കി മാറ്റേണ്ടി വരും, റിയൽ ആയിട്ട് മാറ്റേണ്ടി വരും. അതാണ് അവിടെ ഇൻറ്റു ടു റിയൽ എന്ന് കൊടുത്തത്. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഫേസ് ആണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ.
ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 3 ഫേസസ് ലെക്സിക്കൽ, സിൻടാക്സ്, സെമാൻറ്റിക് എന്ന് പറയുന്ന സോഴ്സ് പ്രോഗ്രാമിൻ്റെ ട്രാൻസ്ഫോർമേഷനായിട്ട് വരും. അത് സോഴ്സ് പ്രോഗ്രാമിൻ്റെ അനാലിസിസ് ആണ് ഇവിടെ മൊത്തം. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ വരുന്നത് അതാ നമുക്ക് കിട്ടിയ സിൻടാക്സ് ട്രീ കഴിഞ്ഞ് നമുക്ക് സെമാൻറ്റിക് കിട്ടി. സെമാൻറ്റിക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ടൈപ്പ് കൺവേർട്ട് ചെയ്ത് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്, കോഡ് ജനറേറ്റ് ചെയ്യാൻ പോകണം. ഒരു എക്സാമ്പിൾ നോക്കിയേ. മെയിനായിട്ട് അതായത് ഒരു 3 അഡ്രസ് കോഡ് കൺസിസ്റ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈച്ച് ഓഫ് വിച്ച് ഹാസ് അറ്റ്മോസ്റ്റ് 3 അഡ്രസ്സസ്. ഒരു 3 അഡ്രസ് കോഡായിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കിയേ, പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് സ്റ്റാർ 6. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ സിൻടാക്സ് ട്രീ ആണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്, ഈ ഒരു ടൈപ്പ് കൺവേർട്ട് ചെയ്ത് സിൻടാക്സ് ട്രീ ആർക്ക് കൊടുക്കും, ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷന് കൊടുക്കും. അപ്പോൾ അവിടെ എങ്ങനെ അത് മാറ്റും നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ ഈ ഫസ്റ്റ് ഇല്ലേ പൊസിഷൻ, ഈ താഴത്തെ ഇത് നോക്കി, ഇൻറ്റു ടു റിയൽ 60. അതിൻ്റെ ഞാൻ temp1 ഈക്വൽ ടു ഇൻറ്റു ടു റിയൽ 60 എന്ന് എഴുതി. എങ്ങനെ എഴുതി, temp1 ഈക്വൽ ടു ഇൻറ്റു ടു റിയൽ 60. കണ്ടോ. നെക്സ്റ്റ് temp2 ഈക്വൽ ടു id3 സ്റ്റാർ temp1. ഇതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ അതായത് ഈ ഒരു ട്രീ മനസ്സിലാക്കുക. ഈ ട്രീനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത്, അതായത് ഇത് ഇത്രയും T1 അതായത് temp1 ആക്കി, ഇത് ഇത്രയും എന്താക്കി, T2 ആക്കി. അപ്പോൾ എങ്ങനെ എഴുതാം, T2 എന്നല്ലേ. temp2 എന്ന് പറയുമ്പോൾ ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐഡൻറ്റിഫയർ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ID1 പൊസിഷൻ എന്ന് പറഞ്ഞാൽ ID1 ആയിരിക്കും, ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ID2, റേറ്റ് എന്ന് പറഞ്ഞാൽ ID3. അപ്പോൾ ID3 സ്റ്റാർ ഈ T1 അല്ലേ ഇതിൻ്റെ അകത്ത് T1. അടുത്ത് T3 എന്ന് പറഞ്ഞാൽ temp3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ID2 പ്ലസ് T2. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഡൗട്ടുണ്ടോ? ഞാനൊന്നും കൂടി എഴുതി കാണിച്ചു തരാം. അതായത് ഇപ്പം നമ്മൾ പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് സ്റ്റാർ 60 അല്ലേ. അപ്പം ഇതിൽ പൊസിഷനിൽ ആദ്യം നമ്മൾ എന്ത് എഴുതുക, അതായത് നമ്മൾ ഈ പടം വരച്ച സമയത്ത് പൊസിഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പൊസിഷനും അതിൽ നിന്ന് പ്ലസ്, ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് നോക്കിയാൽ ഗ്രൂപ്പ് ചെയ്താണ് നമ്മൾ എൻ്റെ ഇൻ്റർമീഡിയറ്റ് കോഡ്. അതായത് ഇപ്പം ഈ ഇൻറ്റു ടു റിയൽ ഇത് ഇത്ര എന്താക്കി, ഒന്നും കൂടെ പറയാണ്, T1 ആക്കി, അതായത് temp1 ആക്കി. അപ്പോൾ നമുക്ക് T1 എങ്ങനെ എഴുതാം, T1 ഈക്വൽ ടു ഇൻറ്റു ടു റിയൽ ബ്രാക്കറ്റിൽ 60. temp1 എന്നോ അല്ലെങ്കിൽ T1 ഇതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ. temp1 ഈക്വൽ ടു ഇൻറ്റു ടു റിയൽ ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തു, 60. ഓക്കെ അല്ലേ. സെക്കൻഡ് ഇതിപ്പം നമ്മൾ T1 ആണ്, ഇത് ഇത്ര എന്താണ് T1. നെക്സ്റ്റ് അടുത്ത റോ എടുക്കുമ്പോൾ T2, അതായത് temp2. എങ്ങനെ എഴുതാം, temp2 എന്ന് പറയുമ്പോൾ T1 വരും, അതായത് റേറ്റ് സ്റ്റാർ T1. റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതെന്താക്കി, ID നമ്മൾ പറഞ്ഞു ഇതെന്താണ് ID1, ID2, ID3 അല്ലേ. അപ്പോൾ ID3 സ്റ്റാർ T1 അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, temp2 T2 ഈക്വൽ ടു ID3 സ്റ്റാർ T1. മനസ്സിലായില്ലേ. നെക്സ്റ്റ് അടുത്ത റോ വരുമ്പോൾ എങ്ങനെ വരും, ഇത് മൊത്തം വരും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇതെന്താണ് T2 വരിക. അപ്പോൾ നമ്മൾ ഇതെന്താണ് ID2 ആണ്. അപ്പോൾ ID2 സ്റ്റാർ T2. കണ്ടോ, temp3 ഈക്വൽ ടു ID2 സ്റ്റാർ T2. ലാസ്റ്റ് നമ്മളെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് ഇത്ര എന്താണ് ID2 T3 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഇതെന്നാണ് ID1 ഈക്വൽ ടു T3 എന്ന് എഴുതാം. കണ്ടോ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ചെയ്യുന്നത്. സിൻടാക്സ് ട്രീയിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇത്രയും കോഡ് കിട്ടില്ലേ, 4 ലൈൻ ഓഫ് കോഡ് കിട്ടി. ഇതിനെ എന്ത് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് ഫേസ്, കോഡ് ഒപ്റ്റിമൈസേഷൻ. ഇതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഒരു ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അതായത് നോക്കിക്കോ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ള സ്റ്റെപ്പ് അല്ലേ,
ടെമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, ടെമ്പ് 1 ഈക്വൾ ഇൻറ്റു ടു റിയൽ 60. ഇതിൽ നമുക്ക് ഈ ഇൻറ്റു ടു റിയൽ 60 എന്ന് കൊടുത്തിട്ടില്ലേ, ഇവിടെ ഈ ടെമ്പ് 1 എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഇവിടെ ടെമ്പ് 1 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂ ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇങ്ങനൊരു ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടെമ്പ് 2 എന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് എന്ത് എഴുതി? ടെമ്പ് 1 ഈക്വൾ ടു ID3 സ്റ്റാർ ടെമ്പ് 1 ഒരു എന്ത് കൊടുക്കുക? 60.0 എന്ന് കൊടുക്കുക. മനസ്സിലായ? ആ ഒരു സ്റ്റെപ്പ്, അതായത് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എവിടെ? ടെമ്പ് 1. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയേ, ടെമ്പ് 3 ഈക്വൾ ടു ID2 പ്ലസ് ടെമ്പ് 3 എന്നാണ്. ഇവിടെ ടെമ്പ് 2 ഉണ്ടല്ലേ, ടെമ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ ടെമ്പ് 2 നമ്മൾ ഓൾറെഡി മാറ്റി അവിടെ എന്താക്കി? ടെമ്പ് 1 ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ അത് മാത്രമല്ല, താഴത്തെ സ്റ്റെപ്പ് നോക്കി ID1 ഈക്വൾ ടു ടെമ്പ് 3 ആണ്. അപ്പോൾ ഈ ടെമ്പ് 3 എന്ന് പറഞ്ഞാൽ ID1 ഈക്വൽ അല്ലേ. അപ്പോൾ ഈ ID1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ID1 ഈക്വൽ ടു ID2 പ്ലസ് ടെമ്പ് 1. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ക്യാൻസൽ ചെയ്തത് ഈ ഒരു സ്റ്റെപ്പും ക്യാൻസൽ ചെയ്ത് വ്യക്തമായി ഒപ്റ്റിമൈസ് ചെയ്ത് എഴുതും. മനസ്സിലായോ? ടെമ്പ് 2 മാറ്റി ടെമ്പ് 1 ആക്കി. ID3 സ്റ്റാർ ടെമ്പ് 1 വരെ എന്ത് കൊടുക്കുക? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടെമ്പ് 3 എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്ക് ഈക്വൽ? ID1 ഈക്വൽ. അപ്പോൾ ടെമ്പ് 3ക്ക് ഒരു ആര് കൊടുത്തു? ID1 കൊടുത്തു. ID1 ID2 പ്ലസ് ടെമ്പ് 1. മനസ്സിലായോ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തെന്ന്? നെക്സ്റ്റ് നമ്മൾ ഈ ഒപ്റ്റിമൈസ് ചെയ്ത് ആർക്ക് കൊടുക്കും? കോഡ് ജനറേഷൻ കൊടുക്കും. കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ഫേസ് ഓഫ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഓഫ് ഫൈനൽ ഫേസ്, ഫസ്റ്റ് അല്ല ഫൈനൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർഗറ്റ് കോഡ് ജനറേഷനാണ്. അതാണ് ഈ കോഡ് ജനറേഷനിൽ മെയിനായിട്ട് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് ഒരു അസംബ്ലി കോഡായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ രജിസ്റ്റേഴ്സിനും അതെന്ത് ചെയ്യുക? അസൈൻ ചെയ്ത് കൊടുക്കുക. നോക്കിക്കോ, നമ്മുടെ ഫസ്റ്റ് അവസാനം നമുക്ക് കിട്ടിയ ഫൈനൽ കോഡ് ഇതാണ് അല്ലേ. ടെമ്പ് 1 ഈക്വൽ ടു ID3 സ്റ്റാർ 60.0. ഇതിൽ നമ്മൾ ഒരു രജിസ്റ്റേഴ്സിലോട്ട് എഴുതും. എങ്ങനെ എഴുതും? നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് ആര് ID3 സ്റ്റാർ 60 ആണ് ചെയ്യേണ്ടത് അല്ലേ. ID3 നമുക്ക് എന്ത് ചെയ്യാം? മൂവ് F കൊടുക്കുക. ഫ്ലോട്ടിംഗ് അല്ലേ 60.0. അപ്പോൾ ഫ്ലോട്ടിങ്ങിന് വേണ്ടിയാണ് മൂവ് F. ID3 ഏത് രജിസ്റ്ററിലോട്ട്? R2 എന്ന് പറഞ്ഞ രജിസ്റ്ററിലോട്ട് എന്ത് ചെയ്തു? സ്റ്റോർ ചെയ്തു. ID3 ഇപ്പോൾ എവിടെ ഉണ്ട്? R2ലുണ്ട്. ഇനി ആ ID3 ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 60.0. അപ്പോൾ എന്തോട്ടോ? മൾ F # 60.0 R2 ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എവിടെ സ്റ്റോർ ചെയ്യുക? R2ൽ തന്നെ സ്റ്റോർ ചെയ്യുക. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ID1 ഈക്വൽ ടു ID2 പ്ലസ് ടെമ്പ്. ID2 എന്ന് പറഞ്ഞ രജിസ്റ്റർ വേണ്ടേ. അപ്പോൾ മൂവ് F. ID2ലെ വാല്യൂ എങ്ങോട്ട് മൂവ് ചെയ്യുക? R1 എന്ന് പറഞ്ഞ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ID2ലെ വാല്യൂ എവിടെയുണ്ട്? R1ലുണ്ട്. ഇനി എന്താ പറഞ്ഞാൽ? ടെമ്പ് 1 ആഡ് ചെയ്യും. ടെമ്പ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്? R2 ആണ് നമ്മളെ ടെമ്പ് 1 അല്ലേ. R2 ആണ് ടെമ്പ് 1. അപ്പോൾ ആ ടെമ്പ് 1ലോട്ട് ആഡ് ചെയ്യുക. അതാണ് ആഡ് F R2, R1. R2 R1 ആഡ് ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യുക? R1ൽ സ്റ്റോർ ചെയ്യുക. ഈ റിസൾട്ടൻ്റായ R1 എങ്ങോട്ട് കൊടുക്കുക? മൂവ് F R1, ID1. ID1ലല്ലേ. ID1ൽ ഫൈനൽ റിസൾട്ട് സ്റ്റോർ. മനസ്സിലായോ? ഇങ്ങനെയാണ് കോഡ് ജനറേഷൻ. ലാസ്റ്റ് നോക്കിക്കേ, ഇതായിരിക്കും ഫൈനൽ ട്രാൻസ്ലേഷൻ ഓഫ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് നമ്മളിപ്പോൾ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് സ്റ്റാർ 60. അതിൻ്റെ ടോട്ടൽ ഇതാണ്. ഫസ്റ്റ് നമ്മൾ ലെക്സിക്കലിന് കൊടുത്തു. ലെക്സിക്കൽ അതെന്തായിട്ട്? ടോക്കൺ ആയിട്ട് മാറ്റിയില്ലേ. ഐഡൻറ്റിഫയറും നമ്പറുമായിട്ട് മാറ്റി. അത് ആർക്ക് വിട്ടു? സിൻടാക്സിന് കൊടുത്തപ്പോൾ സിൻടാക്സ് ട്രീ ആക്കി. അതിൽ ടൈപ്പ് കൺവേർഷൻ ചെയ്ത് ഇൻറ്റു ടു റിയൽ ആക്കി. സെമാൻറ്റിക് അനലൈസർ. ദെൻ അതിൽ നിന്നൊരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തു. അത് ആർക്ക് കൊടുത്തു? കോഡ് ഒപ്റ്റിമൈസറിന് കൊടുത്തു. കോഡ് ഒപ്റ്റിമൈസർ അത് ചുരുക്കി. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ 4 ആയിരുന്നെങ്കിൽ കോഡ് ഒപ്റ്റിമൈസേഷൻ കോഡ് എന്തായിട്ട് മാറി? 2 കോഡായിട്ട് മാറി. ഈ കോഡിനെ കോഡ് ജനറേറ്റർ അസംബ്ലി കോഡായിട്ട് കൺവേർട്ട് ചെയ്തു. ഇതിൽ നമ്മളിവിടുത്തെ ഓരോ സിമ്പിൾ ടേബിൾ ഓരോന്ന് കൊടുക്കുക. അതായത് ID1 ID2 എന്നല്ല, അത് ഓരോ പൊസിഷനാണ്. പൊസിഷൻ 1 ആണ്. ID2 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ 2, റേറ്റ് എന്ന് പറഞ്ഞാൽ 3. അങ്ങനെ സിമ്പിൾ ടേബിൾ ഫിൽ ചെയ്യും. ഓക്കെ അല്ലേ. ഇതാണ് ടോട്ടൽ ഫേസസ് ഓഫ് എ കമ്പൈലർ. ഓക്കെ അല്ലേ.